കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ ഭാവികന്നി ഭവാഭിജോരാവിവൻ തോളി നിൻപദം ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ ഭാവികന്നി ഭവാഭിജോരാവിവൻ തോണി പിൻപദം എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങില്ല നിന്നിടും തൃക്കു പോലുള്ള ഓം സംസാരകാലകമനായ നമഃ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം മനുഷ്യവിഗ്രഹായ നമഃ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം സത്വഗുണോത്തമായ നമഃ. We all have been eagerly waiting for. Discourse on the relevance of the principles of Sri Narayana Guru in the present social life of India by Dr. N. Gopal Krishnan. Dr. N. Gopal Krishnan is a senior scientist at CSIR and also a honorary director of Indian Institute of Scientific Heritage. Please put your hands together and join me in welcoming Dr. Gopal Krishnan. Please give a round of applause. സംപൂജ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അത്യന്താധുനിക ലോകത്തിൽ നാരായണ ഗുരുദേവന്റെ അത്യുജ്വലങ്ങളായ സന്ദേശങ്ങൾക്ക് ശാസ്ത്രീയമായ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് വിവരിക്കുവാൻ ഈ ദേശത്ത് എന്നെ ക്ഷണിച്ച സാരഥിയുടെ സംഘാടകർക്ക് എന്റെ വിനീത പ്രണാമവും നന്ദിയും സ്മരണയും അർപ്പിക്കുന്നു. ജീവിതത്തില് ഏറ്റവും സന്തോഷം തോന്നിയ രണ്ട് അവസരങ്ങൾ, ഒന്ന് ചേർത്തലയില് നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച
കണ്ണാടി ക്ഷേത്രത്തില് ഏതാണ്ട് ഇത്രയും തന്നെ ജനതയുള്ള ഒരു സദസ്സില് പ്രഭാഷണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ സദസ്സിലെ ജനതയോട് പറഞ്ഞു, ഈ അവസരത്തില് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 3 കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ അത് ശ്രീ നാരായണ ഗുരുദേവന്റെ മനസ്സിനകത്തുള്ളതാണെങ്കിൽ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ അതിന് അംഗീകാരം എന്നോണം അതിശക്തമായൊരു മഴ പെയ്യും. ആ മഴ പെയ്തില്ല എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളും ഞാൻ വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ആ പ്രഭാഷണം അവസാനിക്കുന്നതും അതിഗംഭീരമായൊരു മഴ പെയ്തു. അവിടെ കൂടിയിരുന്ന നാരായണ ഗുരുദേവ പരമ്പരയിൽപ്പെട്ട സന്യാസിമാര് സ്റ്റേജിലേക്ക് ചാടി വന്ന് പറയുകയുണ്ടായി, ഞങ്ങൾ അങ്ങയുടെ കൂട്ടത്തിലുണ്ടാവും ഈ കർമ്മമണ്ഡലത്തിൽ എന്ന്. അന്ന് തോന്നിയ ആ അനുഭൂതി അതെന്നും സ്മരണയിലുണ്ടായിരിക്കും. രണ്ടാമത് ചെറിയൊരു കാര്യമാണെങ്കിലും ഹൈദരാബാദിലെ ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയില് ഡോക്ടർ നാരായണ റെഡ്ഡി എന്ന പ്രൊഫസർ വിളിച്ചു പറഞ്ഞു, നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങുകയാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഇനാഗുറേറ്റ് ചെയ്യാൻ നിങ്ങളാണ് ഏറ്റവും പറ്റിയ വ്യക്തി എന്ന് കേരളത്തിലെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. സത്യത്തിൽ അതൊരു ഷോക്കായിരുന്നു എനിക്ക്. കാരണം ഗുരുദേവനെ കുറിച്ച് പഠിച്ച, അറിഞ്ഞ, ഉൾക്കൊണ്ട, ജീവിതചര്യയാക്കിയ അനവധി ഋഷീശ്വരന്മാര്, അവർക്ക് തുല്യരായവരും കേരളത്തിലുള്ളപ്പോൾ ഒരു സാധാരണക്കാരനായ ഞാൻ ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ നാരായണ ഗുരുദേവന്റെ പഠന ചെയർ ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യനാണെന്ന് കേരളത്തിലെ ആരോ അവിടേക്ക് അറിയിച്ച് അവരത് സ്വീകരിച്ചപ്പോൾ തോന്നിയ ആ അനുഭൂതി അത് മറക്കാൻ സാധിക്കുന്നില്ല. സത്യത്തില് ഒരു ശാസ്ത്രജ്ഞന് അല്ലെങ്കിൽ ശാസ്ത്രമണ്ഡലത്തിൽ ബയോകെമിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നാരായണ ഗുരുദേവന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ഒരൊറ്റ ആൻസറേ ഉള്ളൂ അതിലെനിക്ക് പറയാൻ. ഇന്നത്തെ ടൈറ്റില് തന്നെ നാരായണ ഗുരുദേവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രമാണ്, പ്യുവർ സയൻസ് ആണ്. മാത്രമല്ല, ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരിക്കൽ പറഞ്ഞത് തിരുത്തേണ്ട ആവശ്യം വരാത്ത ഒരാചാര്യനുണ്ടെങ്കിൽ അത് നാരായണ ഗുരുദേവനാണ്. തുടക്കം മുതൽക്ക് അവസാനം വരെ ഗുരുദേവൻ പറഞ്ഞത്, ഗുരുദേവൻ ഉപദേശിച്ചത് സാധാരണക്കാരന്റെ ഭാഷയില് അദ്ദേഹം അനുഭൂതിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിപ്പറഞ്ഞത് ഗുരുദേവന്റെ അവസാന കാലം വരെ ഒന്ന് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അതുതന്നെയാണ് നാരായണ ഗുരുദേവനെ സ്വാഗതം ആശംസിച്ച ആരാധ്യനായ ജനാർദ്ദനൻ സാറ് പറഞ്ഞപ്പോൾ വേദവ്യാസനാക്കി എന്ന് പറഞ്ഞില്ലേ? ഗുരുദേവനെ വേദവ്യാസനാക്കാൻ കാരണം അതാ. എന്തുകൊണ്ടാ? ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടില്ല, സുഖം വരുമ്പോൾ എക്സൈറ്റഡ് ആയിട്ടില്ല, ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ്, അതുപോലെ ഒന്നിനോടും ദേഷ്യം, ഒന്നിനോടും ഭയം,
ഇല്ലാത്ത വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് മുനി എന്ന് BC 3140 ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞ അതേ ഭഗവത്ഗീതയുടെ അവസാനത്തിൽ പറഞ്ഞു, മുനീനാം അപി അഹം വ്യാസ, മുനിമാരിൽ ഞാൻ വ്യാസനാണ്. ആ വ്യാസൻ തന്നെയാണ് 54 ഗ്രന്ഥങ്ങളിലൂടെ യജുർവേദത്തിന്റെ അവസാനത്തെ അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ 16 ശ്ലോകങ്ങളെ യജ്ഞവൽക്യ മഹർഷിയെ കവച്ചു വെച്ചുകൊണ്ട് വ്യാഖ്യാനം ചെയ്തെഴുതിയ, മലയാളത്തിൽ കമന്ററി എഴുതിയ നാരായണ ഗുരുദേവന്റെ ആ ചൈതന്യവത്തായ സന്ദേശം വേദവ്യാസൻ പറഞ്ഞതൊന്നും വേദവ്യാസൻ മാറ്റിയിട്ടില്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞതൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം വേദവ്യാസനായത്, അല്ലെങ്കിൽ വേദവ്യാസന്റെ അവതാരമായത്. ആ ഗുരുദേവന്റെ വരവ് എന്തുകൊണ്ടാണ് ഇത്രയും ചൈതന്യവത്തായത്? ഒറ്റ വരിയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഭഗവത്ഗീത മുഴുവനും പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോ ശ്രീകൃഷ്ണൻ എന്ന് പറയാൻ തോന്നില്ല, ഡോക്ടർ കൃഷ്ണൻ എന്ന് പറയാനാ തോന്നുക. കാരണം ആ സൈക്കോളജിയുടെ ക്ലൈമാക്സ്, ആ ഫിസിക്സിന്റെ ക്ലൈമാക്സ്, ആ അത്യുജ്വലമായ സോഷ്യോളജി, ഈ വരികളെല്ലാം 680 ശ്ലോകങ്ങളിൽ കോഡിഫൈ ചെയ്ത് ഭഗവത്ഗീതയിലെ ആദ്യത്തെ വരിയിൽ തന്നെ ഭഗവത്ഗീതയുടെ സന്ദേശം മുഴുവനും കൊടുത്ത ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ക്ഷേത്രേ ക്ഷേത്രേ ഗുരുധർമ്മം ഭഗവത്ഗീതയുടെ സന്ദേശമായി. ആ സന്ദേശം കൊടുത്ത ശ്രീകൃഷ്ണൻ പറഞ്ഞു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അടുത്ത വലിയ ഇമ്പോർട്ടന്റ്, ധർമ്മ സംസ്ഥാപനാർത്ഥായ, that process of reinstating the dharma, that was done by ശ്രീനാരായണ ഗുരുദേവ. ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോൾ സാധാരണ മനുഷ്യനായി ഇറങ്ങി വന്ന് അവ താഴത്തേക്ക് ഇറങ്ങി വന്ന താരം ജ്യോതിസ്വരൂപം, അവതാരം താഴത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപമായി മാറിയ നാരായണ ഗുരുദേവൻ നേരത്തെ പറഞ്ഞതുപോലെ 27 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. പ്ലസ് കുറെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിന്നു 41 ക്ഷേത്രങ്ങൾ. കോഴിക്കോട് ചെന്നപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തോമസ് പറഞ്ഞു, നാരായണ ഗുരുദേവൻ വിഗ്രഹ വഞ്ചകനാണെന്ന്. തെറ്റ്, തോമസിന് പറ്റിയ അബദ്ധം. കാരണം നാരായണ ഗുരുദേവൻ 27 ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പിഴുതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസവും ദുരാചാരവും കൊണ്ട് കല്ല് കൊത്തിവെച്ച് കോഴിയെ അറുത്ത് കല്ല് നിവേദിച്ച് വറ്റൽ മത്സ്യത്തെ നിവേദിക്കുന്ന സിസ്റ്റത്തിനെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ ഭാരതീയ സംസ്കൃതിയുടെ സനാതന ധർമ്മമായിരുന്നു ഗുരുദേവൻ അവിടെ ആ 27 വിഗ്രഹങ്ങൾ പിഴുതെറിഞ്ഞത്. എന്നിട്ട് ഗുരുദേവൻ അവിടെ വെച്ചത് എന്തായിരുന്നു? വൈദിക ദേവതമാരെ, വിഘ്നേശ്വരരെ പ്രതിഷ്ഠിച്ചു, സുബ്രഹ്മണ്യരെ പ്രതിഷ്ഠിച്ചു, തൃപ്പതീശ്വരരെ പ്രതിഷ്ഠിച്ചു, ശിവനെ, നീലകണ്ഠനെ, ശ്രീകണ്ഠനെ, സുന്ദരേശ്വരനെ പ്രതിഷ്ഠിച്ചു, ഭഗവതിയെ. എന്നിട്ട് എന്തു ചെയ്തു? അവിടെ കൂടി നിൽക്കുന്നവർക്ക് ഒരു പേപ്പറില് അവങ്ങൾ എഴുതി കയ്യിൽ കൊടുത്തു. 11 പേർക്ക് എഴുതി കൊടുത്ത് ഇത് ചൊല്ലിക്കോളാൻ പറഞ്ഞാൽ പരമഹംസ പരിഭ്രാജകനെ പോലെ അവിടെ നിന്ന് പോയ ആ നാരായണ ഗുരുദേവൻ അവതാരമായത് എന്തുകൊണ്ട്? അതറിയാൻ വലിയ വിഷമമൊന്നുമില്ല. എപ്പോഴാണോ ഏതാണ്ട് BC 400-ലും 500-ലും വൈദിക സംസ്കാരം കാട് കയറി തോന്നിയ സ്ഥലത്തെല്ലാം യാഗങ്ങൾ നടത്തി, ആടിനെയും പശുവിനെയും അറുത്ത് പശുബന്ധ യാഗം നടത്തിയത് ഈ രാഷ്ട്രത്തിന്റെ സനാതന ധർമ്മം
ഇത്രയും മൃഗങ്ങളെ കൊന്നുള്ള യാഗം നടത്തിയപ്പോൾ വിറച്ചുപോയി. യഥാർത്ഥത്തിൽ വൈദിക കർമ്മത്തിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ കുറെ വ്യക്തികളുടെ നാരോ വിഷൻ, നാരോ വ്യൂ പോയിന്റ്, മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേദാസ്. അവിടെ നിന്ന് യാഗം തുടങ്ങിയപ്പോൾ അവതാരമായിട്ട് ബുദ്ധദേവൻ വന്നു. ആ ബുദ്ധദേവൻ യാഗത്തിൽ മൃഗബലി നടത്തുന്നത് പൂർണ്ണമായിട്ടും നിർത്താൻ ബുദ്ധദേവനിലൂടെ, അശോക ചക്രവർത്തിയിലൂടെ, ചന്ദ്രഗുപ്തനിലൂടെ സാധിച്ചു. അവിടെ ബുദ്ധദേവൻ ഒരു അവതാരമായി. കുറെ കഴിഞ്ഞപ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് ഇങ്ങനെ ത്രിശരണം, ശരണത്രയം, അത് മാത്രം പറഞ്ഞ ആൾക്കാർ ഒന്നും ചെയ്യാത്ത അവസ്ഥയായി. ആ സമയത്ത് ബുദ്ധൻ പറഞ്ഞത് അതല്ലെന്നും അതിനപ്പുറമുണ്ടെന്നും പറഞ്ഞ് ചാർവാകന്മാര് വന്നു. യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വാ ഘൃതം വിവേ ഭസ്മീ ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. എത്ര കാലം ജീവിക്കുന്നുവോ സുഖമായിട്ട് ജീവിക്കണം. വേൾഡ് ബാങ്കിന്റെ ലോൺ എടുത്തിട്ടാണെങ്കിലും നെയ്യുകൂട്ടി ഊണ് കഴിക്കണം. ഒരിക്കൽ ശരീരം ഭസ്മമായി പോയാൽ തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ് ചാർവാകൻ എന്ന നിരീശ്വരവാദികള് അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി. കുറെ കഴിഞ്ഞ് നിരീശ്വരവാദം കാട് കയറിയപ്പോൾ ശങ്കരാചാര്യർ വന്നു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ഈ ജഗത്തിൽ കാണുന്നത് മിഥ്യയാണ്, റിയലിസ്റ്റിക് അല്ല. ആൻഡ് ആൽമോസ്റ്റ് ലുക്സ് ലൈക്ക് റിയലിസ്റ്റിക് എന്ന് അദ്ദേഹം വിവരിച്ചു. കുറച്ചു കഴിയുമ്പോൾ ലോകം മുഴുവനും മിഥ്യയാണ്, അതുകൊണ്ട് ഞാൻ മസ്കറ്റിൽ വന്ന് ജോലിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ താടിക്ക് കയ്യും കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് ശങ്കരാചാര്യരുടെ അനുചരന്മാരെ പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ മാധ്വാചാര്യർ വന്നു. അങ്ങനെ അല്ല ശങ്കരാചാര്യർ പറഞ്ഞത്. ശങ്കരാചാര്യർ പറഞ്ഞത് അതിനപ്പുറത്തുള്ളതാണ്. ഈശ്വരൻ എല്ലാം തരണമെങ്കിൽ മനുഷ്യൻ മനുഷ്യന്റെ കർമ്മം ചെയ്യണം. ഇങ്ങനെ തെറ്റുകൾ തിരുത്തി 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 19ാം നൂറ്റാണ്ട് കഴിഞ്ഞെത്തിയപ്പോൾ മനുഷ്യന്റെ മനസ്സില് ഭാരതത്തില് അസാധാരണങ്ങളായ ദുരാചാരങ്ങള് നിറഞ്ഞു കവിഞ്ഞു. ആരും ഓർമ്മിപ്പിച്ചില്ല. വേദം ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാവൂ എന്ന് ബ്രാഹ്മണർ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഡിക്ലെയർ ചെയ്തപ്പോൾ ആരും ആരെയും ഓർമ്മിപ്പിച്ചില്ല. വേദം എഴുതിയ 210 മഹർഷിമാര് ആരും ബ്രാഹ്മണരായിരുന്നില്ല. വേദത്തെ പകുത്ത് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവുമാക്കിയ വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ല. ആരും ഓർമ്മിപ്പിച്ചില്ല. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, OBC ആയിരുന്നു. ആരും ഓർമ്മിപ്പിച്ചില്ല. ഐതരേയൻ ചണ്ടാളനായിരുന്നു. അതുപോലെ വാൽമീകി കാട്ടാളനായിരുന്നു. ഭരദ്വാജൻ ക്ഷത്രിയനായിരുന്നു. ആരും ആരെയും ഓർമ്മിപ്പിച്ചില്ല. അരവിന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല. വിവേകാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല. രാമകൃഷ്ണ പരമഹംസൻ ബ്രാഹ്മണനായിരുന്നില്ല. ആരും ഓർമ്മിപ്പിച്ചില്ല. അങ്ങനെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ട് ആ ഓർമ്മിപ്പിക്കൽ പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരവതാരം ആവശ്യമാണെന്ന് പ്രകൃതിക്ക് തോന്നി, ലോകത്തിന് തോന്നി, ജഗദീശ്വരന് തോന്നി. ഇത് കാട്ടിക്കുറക്കാൻ ഒരാളെ വരുത്തണം. അതായത് എക്സ്പെരിമെന്റ് നടത്താനല്ല, എക്സ്പീരിയൻസ് നടത്താൻ. അങ്ങനെ നാരായണ ഗുരുദേവൻ ഇവിടെ വന്നപ്പോൾ കേരളം മൊത്തത്തില് കള്ളു നിവേദിക്കുന്ന ദൈവങ്ങള്, ബലി സ്വീകരിക്കുന്ന ദൈവങ്ങള്, ഒറ്റൽ മത്സ്യങ്ങൾ നിവേദിക്കുന്ന ദൈവങ്ങള്, പൂരപ്പാട്ട് പാടുന്ന ദൈവങ്ങള്, അവിടെയാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിനെ പ്രതിഷ്ഠിച്ചത്. പഴയ എല്ലാ വിഗ്രഹങ്ങളെയും എടുത്തു മാറ്റി വൈദിക ദേവതമാരെ പ്രതിഷ്ഠിച്ച് പുഷ്പാഞ്ജലി നടത്തി ചൈതന്യം വരുത്തി മന്ത്രം ചൊല്ലി അക്ഷതം വെച്ച് ചുറ്റിലുള്ളവരോട് പൂജിക്കാൻ പറഞ്ഞ് വിളക്ക് കത്തിച്ചു വെച്ച് പോയ നാരായണ ഗുരുദേവൻ അവിടെ വരുത്തിയ യഥായഥാകി ധർമ്മത്തിന്റെ ഗ്ലാനിർ ഭവതി ഭാരത. ബാക്കി വരി നിങ്ങൾക്കറിയാം. ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചപ്പോൾ അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്.
ഇതിനകത്ത് നിന്ന് ആൾക്കാർ വരും. മറ്റു പല സ്ഥലത്തും ദൈവദൂതനെയെ ഈശ്വരൻ അയച്ചിട്ടുള്ളൂ. ഇവിടെ 10 പ്രാവശ്യം പാർട്ടി നേരിട്ട് വന്നു. നാടിന്റെ പ്രത്യേകത പല വിധത്തിൽ നേരിട്ട് വന്നിട്ടുണ്ട്. ജീവിച്ചു കാണിച്ചു തന്നൊരു രാഷ്ട്രം. ഹിമാലയം സമാരഭ്യ യാവത് സിന്ധു സരോവരം തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ആ ദേവനിർമ്മിതമായ ദേശത്തില് അവതാരങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളില് ഞാൻ ചിലരോട് പറയാറുണ്ട്, ഗുരുദേവൻ ഒരു അസാമാന്യ പ്രതിഭയാണ്. ഏറ്റവും ദുഃഖം അദ്ദേഹത്തിനെ കുറിച്ച്, ആ പ്രതിഭാവിലാസ ചൈതന്യത്തെ കുറിച്ച് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതിന്റെ അനുചരന്മാര് ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഇതൊന്നും അറിയണ്ടേ? ഇതറിയാതെ വെറുതെ വിളിച്ചു പറയുക ഓരോന്നും. അപ്പൊ ഇപ്പോ തുടങ്ങിയപ്പോൾ ഒരു ഗീതം ആ ഈശ്വരൻ കടാക്ഷിക്കണേ എന്ന് പറഞ്ഞ് പാടിയൊരു പാട്ടുണ്ട്. ഗുരുദേവൻ നീയാണ് സൃഷ്ടിയും നീയാണ് സൃഷ്ടികർത്താവും നീയാണ് സൃഷ്ടിക്ക് ആവശ്യമായ സാമഗ്രിയും. എവിടെ നിന്നാരെടുത്തത്? അഹം ക്രതുരഹം യജ്ഞം സ്വദാഹമഹമൗഷധം മന്ത്രോഹമഹമേ വാജ്യം അഹം വന്നിരഹം ഹുതം. ഭഗവത്ഗീതയെ എടുത്തുവെച്ച് ഈ ഉജ്ജ്വലമായ സാധാരണ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തത്. ഓരോ ക്ഷേത്രം സ്ഥാപിക്കുമ്പോഴും ഗുരുദേവന്റെ മനസ്സില് അത്യുജ്വല ചൈതന്യം. ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരിയിൽ സ്ഥാപിച്ചതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ക്ഷേത്രം നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്തപ്പോൾ ഗുരുദേവൻ ഒരു വരി ഉപയോഗിച്ചു. ഒരു വരി ഇതൊക്കെ ബൈഹാർട്ടാക്കണം. രാത്രി തലയ്ക്ക് ആരെങ്കിലും ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളുടെ വെള്ളമൊഴിച്ചാൽ, തലയ്ക്ക് വെള്ളമൊഴിച്ചാൽ എഴുന്നേൽക്കുമ്പോ പറയേണ്ടത് ഗുരുദേവന്റെ വരികളായിരിക്കണം. ആ ലെവലില് അത് ഹൃദയത്തിനകത്തെത്തണം. അദ്ദേഹം കേശവൻ വൈദ്യരെ വിളിച്ചു പറഞ്ഞു, വൈദ്യരെ ഒരു ഭണ്ണാര അവിടെ വെച്ചോളൂ. ആ ഭണ്ണാരത്തില് ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. ഏതു വരിയായത്? ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. കൃഷ്ണൻ പറഞ്ഞതാ 5140. ഈ മനുഷ്യ ശരീരത്തെയാണ് ഹേ അർജുന ക്ഷേത്രം എന്ന് പറയുന്നത്. തലശ്ശേരിയിലെ മനുഷ്യ ശരീരങ്ങള് തലശ്ശേരിയിൽ ക്ഷേത്രം ഉണ്ടാക്കിക്കൊള്ളും. ഏത് ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതേതോ അത് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ മനുഷ്യ ശരീരം ഉണ്ടാക്കിക്കൊള്ളും. എന്നിട്ട് ഗുരുദേവൻ പറഞ്ഞു, 36 മണിക്കൂർ ഭണ്ണാരം അവിടെ വെച്ചാ മതി കേട്ടോ. അപ്പൊ ആ ഗുരുദേവനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോ എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭഗവത്ഗീത പറയുന്ന ശ്രീകൃഷ്ണന്റെ ഇടത് സൈഡിൽ നിൽക്കാം. രാമായണം വായിക്കുകയാണെങ്കിൽ ശ്രീരാമന്റെ കഥ വായിക്കുന്ന സമയത്ത് വലത് സൈഡിൽ നിൽക്കാം. എന്തിനാണ്? ഭഗവത്ഗീത അർജുനന് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തപ്പോൾ വിരല് ചൂണ്ടിയാ പറഞ്ഞു കൊടുത്തത്. ഇതാണ് അർജുന നീ ചെയ്യേണ്ടത്. ലൈഭ്യം ആത്മഗമപ്പാർത്ത ഐതത്വൈ യുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തവ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ വിരല് ചൂണ്ടി. നിങ്ങൾ കൃഷ്ണന്റെ വലത്ത് സൈഡിൽ നിന്നാൽ ചിലപ്പോൾ കൃഷ്ണന്റെ വലത്തെ കൈ നിങ്ങളുടെ ശരീരത്തിൽ കൊള്ളും. അതുകൊണ്ട് ഇടത് സൈഡിൽ നിന്നാണ്. ആ ശ്രീരാമ കഥ പറയുമ്പോൾ നിങ്ങൾ ശ്രീരാമന്റെ വലത് സൈഡിൽ നിൽക്കണം. കാരണം എന്താ വെച്ചാൽ ഇടത് സൈഡിൽ അമ്പും വില്ലും ഉണ്ട് പാർട്ടിയുടെ, അത് നിങ്ങളുടെ മേത്തുകൊള്ളും. അപ്പൊ ശ്രീരാമനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രീരാമന്റെ കൂട്ടത്തിൽ നിൽക്കാം. ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ കൂട്ടത്തിൽ നിൽക്കാം. നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ കൈ ഗുരുദേവന്റെ കൈയിൽ കൊടുക്കാം. യു ലീഡ് മീ. ഇംഗ്ലീഷ് പറയുന്ന മലയാളത്തിൽ പറഞ്ഞാൽ മതി. ആ ഗുരുദേവൻ നമ്മളെ ലീഡ് ചെയ്യും. കൂട്ടത്തിൽ നിൽക്കണം കൈ പിടിച്ചുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു 36 മണിക്കൂർ ഭണ്ണാരം അവിടെ വെച്ചാൽ മതി. അന്ന് 5649 രൂപ 36 മണിക്കൂറിൽ ഭണ്ഡാരത്തിൽ വീണു. എത്ര ദശാബ്ദങ്ങൾക്ക് മുൻപ്. ഇന്നത് കിട്ടാൻ ബുദ്ധിമുട്ടാ. അന്ന് ആ എമൗണ്ട് കിട്ടി.
അവിടെ നിന്ന് തുടങ്ങിയതാ. എന്നിട്ട് ഗുരുദേവൻ കൂട്ടുകാരോട് പറഞ്ഞു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അത് കരിക്ക് അഭിഷേകമായിരിക്കണം. ഒരു കരിക്കിന് 15 പൈസ ചാർജ് ചെയ്യണം. ഗുരുദേവന്റെ നോട്ടം പോയത് ആ 15 പൈസ ചാർജ് ചെയ്യുന്നതില് 10 പൈസ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിനും 5 പൈസ ഈ ക്ഷേത്രം സംരക്ഷിക്കാനും ഉപയോഗിക്കണം. അക്കൗണ്ടിങ്ങിന്റെ ബാലൻസ് കൊടുത്തിട്ടാണ് ഗുരുദേവൻ അവിടെ നിന്ന് പോയത്. കുറെ കഴിഞ്ഞപ്പോ ചിലര് പറയാറുണ്ട്, ഗുരുദേവന്റെ വീക്ഷണത്തിൽ നിന്ന് മാറ്റം വന്നു, അതുകൊണ്ടാണ് ബിംബപ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠ വേണ്ടെന്ന് വെച്ചത്, അതുകൊണ്ടാണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടല്ല. ഗുരുദേവന്റെ അടുത്ത് പോയിട്ടൊന്ന് ചോദിക്കാം. അടുത്തു പോയി ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഉയരണം കേട്ടോ. ഇപ്പോഴും വാശിയും വൈരാഗ്യവും ഈശോ വെച്ചിരുന്ന ഉയരില്ല. ഗുരുദേവന്റെ അടുത്ത് ചെന്ന് ചോദിക്കാം, എന്താ കണ്ണാടി പ്രതിഷ്ഠ നടത്താൻ കാരണം? അവിടെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞ്, ദേവീ പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞ്, ശിവപ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞ് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് 3 വിഭാഗങ്ങൾ തമ്മിൽ അടിപിടിയാണ്. ആ അടിപിടി നടത്തിയപ്പോൾ, അതുകൊണ്ട് ഞാനിന്ന് മലയാളത്തിൽ പ്രസംഗിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ആ അടിപിടി നടത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നിങ്ങളുടെ മുഖം കാണാൻ എളുപ്പത്തില് ഏറ്റവും നല്ല വിദ്യ എറണാകുളത്ത് നിന്ന് ഒരു കണ്ണാടി വരുത്തി നിങ്ങളുടെ മുഖം അതിന് ശാശ്വതമായി പതിയാതിരിക്കാൻ ഓംകാരം എഴുതി വെച്ചു. ആ ഓംകാരം എഴുതി അവിടുത്തെ ദേവീ വിഗ്രഹം അർദ്ധനാരീശ്വരനെ മാറ്റാതെ അതിന്റെ മുമ്പില് അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മ ത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മേതി വിജാനാത് 4 മഹാവാക്യങ്ങൾ പഠിപ്പിക്കാൻ അവനവൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗുരുദേവൻ അതിന്റെ മുമ്പിൽ അന്ന് നിലനിന്നിരുന്ന ആൽമരത്തിന്റെ മൂലയ്ക്ക് ഈശാനകോണിൽ ഇരുന്ന് 15 മിനിറ്റ് തപസ് ചെയ്തു എന്നാ പറയാ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഈ ക്ഷേത്രത്തിന് ഉള്ളത്രയും ചൈതന്യം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ല. അത് കാരണം വിഗ്രഹത്തെ മാറ്റണ്ട, ബിംബത്തെ മാറ്റണ്ട, അത്യുജ്വലമായ ക്ഷേത്രമായിരിക്കും ഇത്. നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഇത് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈശ്വര അനുഗ്രഹം കൊണ്ട് ആ ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയപ്പോ അവര് പറഞ്ഞു, ഇത് ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയത്. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അറിഞ്ഞൂടാ അവർക്ക്. അപ്പൊ ഇതൊന്നും പഠിക്കണ്ടേ? ഇന്ന് 1000 നാമം ഗുരുദേവനെ കുറിച്ച് ചൊല്ലി അർത്ഥം പറഞ്ഞു കൊടുക്കണം. അസാധാരണ സംസ്കൃതമാണ് അതില്. ആ പറഞ്ഞവരോ കേട്ടവരോ ആർക്കെങ്കിലും ഗുരുദേവ സഹസ്രനാമത്തിന്റെ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പ്. കാരണം അതത്രയും ഗഹനമായ സംസ്കൃതം വലിയവനറിഞ്ഞൂടാ ഉറപ്പാണ്, കേട്ടവനറിഞ്ഞൂടാ ഉറപ്പാണ്. കാരണം അത്ര ഡീപ്പ് സംസ്കൃതാണ്. അതറിയണം. ഗുരുദേവനെ വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയെ കുറിച്ച് പാടുന്നത് പോലെ ഗുരുദേവനെ കുറിച്ച് പറയരുത്. ഇൻ ഡെപ്ത് നോളജ്, ഓരോ വാക്കും ഓരോ വരിയും അഗാധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ചോദിക്കണം. എന്തിന് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് ചോദിക്കുന്നത് പോലെ എന്തിന് ഗുരുദേവൻ വിളക്ക് പ്രതിഷ്ഠിച്ചു? ഋഗ്വേദത്തിന്റെ ആദ്യത്തെ സൂക്തം അത് ചൊല്ലാൻ പഠിക്കണം. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേഭിർഷീവ്യോ നൂതനൈരുതാം സദേവാൻ ഏഹ ഭക്ഷതി അഗ്നിനാ ആരയിമസ്നവത് ഓഷാമേവ ദിവേ ദീവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമസ്വരം വൃത്രഃ പരിഭൂരസി സയദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോതാ അവിക്രാദോ സത്യശ്ചിത്രശ്രവസ്തമഃ ദേവോ ദേവേ വിരാഗാമത്. ഈ അഗ്നി 7 പ്രാവശ്യം ഈ അഗ്നിയെ കുറിച്ച് പറഞ്ഞ ആ അഗ്നിയെയാണ് ഗുരുദേവൻ വിളക്കിലൂടെ പ്രതിഷ്ഠിച്ചത്. നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്ഭക്താരമവതു. ഹേ അഗ്നേ, നീയാണ് പ്രത്യക്ഷമായ ദൈവം, നീയാണ് പ്രത്യക്ഷമായ ദൈവമെന്ന് ഞാൻ പറയുന്നു നീയാണ് പ്രത്യക്ഷമായ ദൈവമെന്ന്
അത് സത്യമായി തീരട്ടെ, നീ പ്രത്യക്ഷമായ ദൈവമായി തീരട്ടെ. അതുകൊണ്ട് ആ 2 തിരിയുള്ള വിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ ഗുരുദേവന്റെ മുമ്പിലുള്ള വിളക്ക് കെടുത്തിയപ്പോൾ ഉടനെ കത്തിക്കണമെന്ന് പറഞ്ഞത്. കാരണം ആ അഗ്നി ചൈതന്യം കുറയരുത്. അതിനകത്ത് നിന്ന് വരുന്ന ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും നിങ്ങളുടെ കണ്ണിനും ത്വക്കിനും ചെവിക്കും മൂക്കിനും നാക്കിനും ആക്റ്റീവാക്കുന്ന ഹാർമോണിയസ് എനർജിയാണ്. ആ എനർജിയെയാണ് ഗുരുദേവൻ അവസാനത്തെ വൈദിക ചിന്താധാരയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ആ വിളക്ക് പ്രതിഷ്ഠിച്ചത്. എത്ര സാധാരണമായ കേപ്പബിലിറ്റി, കപ്പാസിറ്റി ഓരോ വരിയിലും ഗുരുദേവന്റെ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും. ഗുരുദേവന്റെ ചില വരികളുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഏത് ജാതിയ. ഈ വണ്ടിയിൽ കയറി നേരെ മദ്രാസിലേക്ക് പോയപ്പോ ഒരാള് ട്രെയിനിലിരുന്ന് ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? നാരായണൻ. ജാതി എന്താ? കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ഇല്ല, കണ്ടിട്ട് മനസ്സിലാവണില്ല. കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് കേട്ടാ മനസ്സിലാവൂ. ഗുരുദേവന്റെ വരി കണ്ടില്ല. എത്ര രസം കണ്ടിട്ട് മനസ്സിലാകാത്ത പാർട്ടിക്ക് കേട്ടാ മനസ്സിലാവും. ആ വരി ഇത് ആരെങ്കിലും അതിന്റെ അർത്ഥം നോക്കിയിട്ടുണ്ടോ? ഇല്ല. എത്ര രസം. കുറേ പേര്, ഇന്നത്തെ ആൾക്കാരെ പോലെ അന്നും ആൾക്കാരുണ്ടായിരുന്നു. കുറേ പേര് ഗുരുദേവനോട് പറഞ്ഞു, വർക്കല ആശ്രമം തീർക്കണം, അതിഗംഭീരമായ ആശ്രമം തീർക്കണം. അപ്പൊ എല്ലാവരുടെ അടുത്ത് ഗുരുദേവൻ പറഞ്ഞു, ഈ ആശ്രമത്തിന് കാശ് വേണം, അതിന് സഹായിക്കണം. പലരും വന്ന് 100 രൂപ തന്നു. പതുക്കെ ചെവിയിൽ വന്ന് പറഞ്ഞു, രാത്രി വന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ തരാട്ട് വന്നു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. രാത്രി വന്നിട്ട് പലരും 2000 കൊടുത്തു. എന്നിട്ട് ഗുരുദേവനോട് പറഞ്ഞു, എന്റെ പേര് ആദ്യം എഴുതണം മോളിൽ. 2000 തന്നെ. അപ്പൊ വേറൊരാൾ വന്നു, ഗുരുദേവനോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ തന്നത് ആരാ? അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ഒരാൾ 2000 രൂപ തന്നെ, ഞാൻ 2501 തരാം, എന്റെ പേര് മുകളിൽ എഴുതും. ഓരോരുത്തർ വന്നു. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വിഷമമില്ല, നിങ്ങളുടെ പേര് ആദ്യം എഴുതിയേക്കാം, ഒരു പ്രശ്നമില്ല. വന്നവരോട് എല്ലാം പറഞ്ഞു നിങ്ങളുടെ പേര് ആദ്യം എഴുതിയേക്കാം. അവസാനം ഗുരുദേവൻ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും സംഭാവന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു, ഒരു വലിയ വട്ടപൂജ്യം വരയ്ക്കാൻ പറഞ്ഞു. വട്ടപൂജ്യത്തിൽ ഓരോ സൈഡിലും പേരെഴുതാം. വലിയ സൂര്യരശ്മികൾ പോലെ ഒരു വട്ടം. അതില് കേശവൻ ആശാൻ, ദാമോദരൻ വൈദ്യൻ, എല്ലാവരുടെയും പേരെഴുതി. ഇവരെല്ലാവരും വന്ന് നോക്കിയപ്പോൾ ആരുടെ പേര് ആദ്യം? വൃത്തത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? സർക്കിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? സർക്കിളിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. എത്ര ഫിലോസഫിക്കൽ, എത്ര സൈക്കോളജിക്കലാ. 2 കോളേജ് വിദ്യാർത്ഥികൾ ഷർട്ട് പറ്റും ഇങ്ങനെ ആക്കിക്കൊണ്ട് ഗുരുദേവന്റെ അടുത്ത് വന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഗുരുദേവനെ പഠിച്ചാൽ. ഗുരുദേവനെ കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രം വേണം, പഠിച്ചാൽ. 2 പേര് വന്നു, ഗുരുദേവ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, ചോദിച്ചോളൂ മക്കൾ, എനിക്ക് വിഷമമൊന്നുമില്ല. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് പശുവിന്റെ മാംസം കഴിച്ചുകൂടാ? ഓ, ശരിയായിട്ടുള്ള ചോദ്യം, എന്ത് ലോജിക്ക. ഗുരുദേവൻ വളരെ സ്വന്തമായിട്ട് അവരെ ഇരുത്തി അവരോട് ഓരോ കാര്യവും ചോദിച്ചു ചേട്ടാ എന്ത് ചെയ്യുന്നു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അതൊക്കെ ചോദിച്ചു. ജീവിത ലക്ഷ്യം ചോദിച്ചു, എവിടെ വീട് ചോദിച്ചു. എന്നിട്ട് ഒരുവനോട് ചോദിച്ചു, അതിലൊരുവൻ തീപ്പൊരിയാ. ആ തീപ്പൊരിയോട് ചോദിച്ചു, അമ്മ എന്ത് ചെയ്യുന്നു? അവർ അമ്മ മരിച്ചുപോയി. തിന്നോ കുടിച്ചിട്ടോ? എന്ത് സിമ്പിളാക്കി. ഇതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ? അമ്മയുടെ പാല് കഴിച്ചു, അതിനെന്തിന് ഈ ബോഡി കളയുന്നത്? അപ്പൊ ആ ഗുരുദേവന്റെ വരികള് എത്ര നല്ലതാ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരോടാ ഗുരുദേവൻ പറഞ്ഞത്? ഗുരുദേവൻ പറഞ്ഞത് 14 പേര് ഗുരുദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരുദേവ, ഞങ്ങള് ഈ ഹിന്ദു ധർമ്മത്തിലുള്ള ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികളാകാൻ പോവാണ്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ ഏത് മതത്തിൽ പോയാലും ആ മതത്തിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മതമേതായാലും മനുഷ്യൻ നന്നാവുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ഏത് മതത്തിൽ ഇരിക്കുന്നു എന്നല്ല, മനുഷ്യൻ നന്നാവണം. ആ ചിന്താധാരയല്ലേ ഗുരുദേവൻ പറഞ്ഞത്. ഇന്ന് കുറച്ചു മുമ്പ് അവിടെ നമ്മുടെ അരുവിപ്പുറത്ത് എഴുതിയ ആ മന്ത്രം ഇവിടെ പറയുകയുണ്ടായി.
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് ഏതിന്റെ ട്രാൻസ്ലേഷനാ? സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഹനോ ഭദ്ര ക്രതവോയന്തു വിശ്വതഃ. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചു പേര് വന്ന് പറഞ്ഞു, ഞങ്ങള് ഹിന്ദു ധർമ്മം ഉപേക്ഷിക്കാൻ പോവാണ്. ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ഹിന്ദു ധർമ്മം ഉപേക്ഷിക്കുകയാണെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് മതം മാറിക്കോളാൻ. ഗുരുദേവന്റെ വരി. അപ്പൊ സനാതന ധർമ്മത്തിന്റെ കൺസെപ്റ്റ് ഗുരുദേവന്റെ മനസ്സിൽ എത്ര ഡീപ്പായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് മഴ പെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യമായിട്ടൊരു റിക്വസ്റ്റ് വെച്ചു. 3 എണ്ണത്തിൽ ഒന്നാമത്തേത് ഗുരുദേവന്റെ സർവകർമ്മത്തിന്റെയും SNDPയുടെയും എല്ലാം ശതാബ്ദി ആഘോഷിക്കുകയാണ്. ഒരു കർമ്മം ഗുരുദേവൻ കേരളത്തിലും മംഗലാപുരത്തെ തൃപ്പതീശ്വര ക്ഷേത്രം ഉൾപ്പെടെ പ്രതിഷ്ഠിച്ച സർവക്ഷേത്രങ്ങളിലേക്കും 5 ലക്ഷം വ്യക്തികളെ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം കൊണ്ടുപോകാൻ SNDP കർമ്മ പദ്ധതി ആവിഷ്കരിക്കണം. എല്ലാ സ്ഥലങ്ങളിലേക്കും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതെല്ലാം കാണട്ടെ. അദ്ദേഹത്തിന്റെ കാല് ഈശ്വര തുല്യനായ വേദവ്യാസന്റെ കാല് പതിഞ്ഞ സ്ഥലത്ത് നിങ്ങളുമൊന്ന് ചവിട്ടി നോക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, എവിടെയെല്ലാമാണ് ഗുരുദേവൻ കുരിശും ചന്ദ്രക്കലയും വെച്ചത് എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല, ഗുരുദേവൻ വെച്ചിട്ടില്ല, പിന്നീട് വെച്ചതാണത്. അപ്പൊ ഗുരുദേവൻ അറിയാം ഭാരതീയ സംസ്കൃതിയുടെ ആധാരശിലകള് വൈദിക ചിന്താധാരയുടെ സമൂർത്ത ഭാവം ചേർത്ത് പൂജാവിധികളോടുകൂടി തന്ത്രത്തോടുകൂടി ബൗദ്ധായനും ആവസ്തംഭനും കാത്യായനും അതുപോലെ മാനവ ശുദ്ധസൂത്രവും പറഞ്ഞിരിക്കുന്ന യാഗശാലയുടെ മൂർത്തിമദ്ഭാവമായി ക്ഷേത്രം പണിതപ്പോൾ യാഗശാല തന്നെയായിരുന്നു ഗുരുദേവ ദൃഷ്ടിയില്. ആ കൊടിമരം മുമ്പിൽ വെച്ചപ്പോൾ യാഗശാലയിലെ യൂപത്തിന് തുല്യമായിട്ട് അതിനകത്ത് വെലിക്കല്ല് വെച്ചപ്പോൾ യാഗശാലയിലെ അഗ്നീന്ദ്രത്തിന് അതിനകത്ത് 2 വലിയ മരങ്ങൾ ഉണ്ടാക്കിയപ്പോൾ യാഗശാലയിലെ അകൃദാനത്തിന് അതിന്റെ മുമ്പിൽ മണ്ഡപമുണ്ടാക്കിയപ്പോൾ ഉദ്ഘാതാവ് യാഗശാലയിൽ ഇരിക്കുന്നത് അതിന്റെ അകത്ത് ശ്രീകോവിലുണ്ടാക്കിയപ്പോൾ ഒന്നുകിൽ സ്ക്വയറ് അല്ലെങ്കിൽ സർക്കിള്. ഇത് യാഗശാലയിലെ അഗ്നികുണ്ഡത്തിന് പോലെ തന്നെ. അതിനകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോൾ വിഗ്രഹത്തിന് നാരായണ ഗുരുദേവൻ വ്യാഖ്യാനം കൊടുത്തു. വിശേഷേണ ഗ്രാഹയിതും യത് ശക്യം തത് വിഗ്രഹ. വിശേഷ രൂപത്തിൽ ഊർജത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നതേതോ